2001 സെപ്റ്റംബർ 11 ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിലൊന്നിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. 4 യാത്രാവിമാനങ്ങൾ റാഞ്ചപ്പെട്ടു. അതിൽ 2 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിലേക്ക് ഇടിച്ചു കയറ്റി. ഒന്ന് പെന്റഗണിലും മറ്റൊന്ന് പെൻസിൽവേനിയയിലും തകർന്നു വീണു. 3000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അവരുടെ നേതാവ് ഒസാമ ബിൻ ലാദൻ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി. തുടർന്ന് നടന്നത് ഒരു ദശാബ്ദം നീണ്ടുനിന്ന വിട്ടുവീഴ്ചയില്ലാത്ത ആഗോള തിരച്ചിലായിരുന്നു. ഇന്റലിജൻസ് ശേഖരണം, ചോദ്യം ചെയ്യലുകൾ, ഫീൽഡ് ഓപ്പറേഷനുകൾ, രാഷ്ട്രീയ സമ്മർദ്ദം എന്നിവയുടെ സങ്കീർണമായ വലയം. ആ അന്വേഷണ യാത്രയാണ് സീറോ ഡാർക്ക് 30 എന്ന ചിത്രത്തിന്റെ അടിസ്ഥാനം. ഈ സിനിമയുടെ നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിൽ ഒസാമ ബിൻ ലാദനെ അമേരിക്കൻ സൈന്യം പിടികൂടിയിരുന്നില്ല. തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ തിരച്ചിലിനെക്കുറിച്ചുള്ള ഒരു കഥയായാണ് ഈ പ്രോജക്റ്റ് ആദ്യം വിഭാവനം ചെയ്തത്. എന്നാൽ 2011 മെയ് മാസത്തിൽ പാകിസ്ഥാനിലെ അബട്ടാബാദിൽ വെച്ച് അമേരിക്കൻ സൈന്യം ബിൻ ലാദനെ കണ്ടെത്തുകയും വധിക്കുകയും ചെയ്തു. ഈ സംഭവം സിനിമയുടെ ദിശയെ നാടകീയമായി മാറ്റിമറിച്ചു. അവസാനമില്ലാത്ത ഒരു തിരച്ചിലിന്റെ കഥയാകുന്നതിനു പകരം 9/11 ശേഷമുള്ള ഇന്റലിജൻസ് ശ്രമങ്ങൾ മുതൽ അവസാനത്തെ നേവി സീൽ ഓപ്പറേഷൻ വരെയുള്ള പൂർണ്ണമായൊരു ചരിത്ര വിവരണമായി ഇത് മാറി. തുടക്കം മുതൽ ഒടുക്കം വരെ ആവേശമുണർത്തുന്ന ഒരു ആക്ഷൻ സിനിമയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ സീറോ ഡാർക്ക് 30 നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. The first 2 hours are methodical. They focus heavily on intelligence analysis, interrogations, surveillance, endless cross-checking of leads, bureaucratic debates. ഇതൊരു പ്രൊസീജറൽ ഡ്രാമയാണ്. ആളുകൾ രേഖകളിലൂടെ കടന്നുപോകുന്നു, സാധ്യതകളെക്കുറിച്ച് തർക്കിക്കുന്നു, വിവരങ്ങളുടെ ഓരോ ശകലങ്ങൾക്ക് പിന്നാലെ പോകുന്നു. ചില പ്രേക്ഷകർക്ക് ഇത് മന്ദഗതിയിലുള്ള അവതരണം വിരസമായി തോന്നിയേക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് ഇത് സിനിമയ്ക്ക് വിശ്വാസ്യതയും ഗാംഭീര്യവും നൽകുന്നു. ഇതൊരു ഹോളിവുഡ് ശൈലിയിലുള്ള അതിശയോക്തിയല്ല, തികച്ചും യാഥാർത്ഥ്യബോധത്തോടെയും നിയന്ത്രണത്തോടെയുമാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ദ ഹേർട്ട് ലോക്കർ പോലെയുള്ള സിനിമകളിലൂടെ പ്രശസ്തയായ കാത്രിൻ ബിഗാലോ അതിശയകരമായ അച്ചടക്കത്തോടെയാണ് ഈ വിഷയത്തെ അനുമിക്കുന്നത്. മികച്ച ദർശികയ്ക്കുള്ള അക്കാഡമി അവാർഡ് നേടുന്ന ആദ്യ വനിതയായതിനു ശേഷമുള്ള അവരുടെ സിനിമയായതിനാൽ പ്രതീക്ഷകളേറെയായിരുന്നു. സീറോ ഡാർക്ക് 30-ൽ അവർ അമിത നാടകീയത ഒഴിവാക്കുന്നു. ഹാൻഡ് ഹെൽഡ് ക്യാമറ വർക്കുകൾ, മങ്ങിയ വർണ്ണങ്ങൾ, ഡോക്യുമെന്ററി പോലെയുള്ള ഫ്രെയിമിംഗ് കേവലം ഒരു കാഴ്ച എന്നതിനുപരി സിനിമയ്ക്ക് തികഞ്ഞ യാഥാർത്ഥ്യബോധം നൽകുന്നു. വളരെ എളുപ്പത്തിൽ അമിത നാടകീയത കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ഒരു കഥയാണിത്. എന്നാൽ അതിനു പകരം ഇത് തികഞ്ഞ നിയന്ത്രണത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. Now, we have to talk about Jessica Chastain's performance. ബിൻ ലാദനെ കണ്ടെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ ഊന്നിയ മായ എന്ന CIA അനലിസ്റ്റായി ജെസിക്ക ചാസ്റ്റെയിൻ സിനിമയെ മുന്നോട്ട് നയിക്കുന്നു. വളരെ നിയന്ത്രിതവും എന്നാൽ തീവ്രവുമായ പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. മായ എന്ന കഥാപാത്രത്തിന് വിശദമായൊരു ഭൂതകാലം സിനിമ നൽകുന്നില്ല. അവളുടെ വ്യക്തിപരമായ പശ്ചാത്തലത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ദൗത്യത്തിന് പുറമെയുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചോ നാം കൂടുതൽ അറിയുന്നില്ല. യഥാർത്ഥത്തിൽ അതായിരിക്കാം സിനിമയുടെ ലക്ഷ്യവും. ആ ദൗത്യം അവളുടെ പേര് പോലും ഇല്ലാതാക്കുന്നു എന്നത്. ചാസ്റ്റെയിനിന്റെ പ്രകടനം മൂർച്ചയുള്ളതും പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമാണ്. നിശബ്ദമായ നിശ്ചയദാർഢ്യത്തോടെ അവർ കഥയുടെ ഭാരം മുഴുവൻ ചുമലേറ്റെടുക്കുന്നു. തീവ്രമായ ചോദ്യം ചെയ്യൽ മാർഗങ്ങളുടെ ചിത്രീകരണത്തിന്റെ പേരിൽ ഈ സിനിമ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ബിൻ ലാദനെ കണ്ടെത്തുന്നതിൽ ക്രൂരമായ പീഡനങ്ങൾ വലിയ പങ്ക് വഹിച്ചുവെന്ന് വിമർശകർ വാദിച്ചു. എന്നാൽ മറ്റുള്ളവർ ഇത് കേവലം ഒരു ചിത്രീകരണം മാത്രമാണെന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും വാദിച്ചു. നിലപാടുകൾ എന്തുതന്നെ ആയാലും യഥാർത്ഥവും നാടകീയതയും തമ്മിലുള്ള സിനിമയുടെ പ്രതിബദ്ധതയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് ഈ വിവാദം മറ്റൊരു തലം നൽകി. സിനിമയുടെ ബഹുഭാഗവും അന്വേഷണാത്മകവും സംഭാഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുമുള്ളതാണ്. എന്നാൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഗിയർ മാറുന്നു. നേവി സീൽ റെയ്ഡ് സീനുകൾ വളരെ ആകർഷകമാണ്. പാശ്ചാത്തല സംഗീതം വളരെ കുറവാണ്. നൈറ്റ് വിഷൻ കാഴ്ചകളാണ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ നീക്കങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നും. അവസാനം എന്താകുമെന്നറിഞ്ഞാലും ഈ സീനുകൾ വലിയ ആകാംക്ഷ ജനിപ്പിക്കുന്നു. ഇത് വളരെ സൂക്ഷ്മമായി ചിട്ടപ്പെടുത്തിയതും വൈകാരികമായി ശക്തവുമാണ്. ആധുനിക പൊളിറ്റിക്കൽ ത്രില്ലറുകളിലെ ഏറ്റവും സംഘർഷഭരിതമായ ക്ലൈമാക്സുകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാം. നിങ്ങൾക്ക് ശരിക്കും രോമാഞ്ചം നൽകുന്ന ചില നിമിഷങ്ങൾ ഇതിലുണ്ട്.
കൺവെൻഷണൽ രീതിയിൽ പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു സിനിമയല്ല സീറോ ഡാർക്ക് 30. ഇതിൽ സ്ഫോടനാത്മകമായ ആക്ഷനുകളോ വൈകാരികമായ മെലോഡ്രാമകളോ ഇല്ല. പകരം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരച്ചിലുകളിലൊന്നിനെക്കുറിച്ചുള്ള വ്യക്തവും വസ്തുതാപരവുമായ ഒരു അന്വേഷണമാണിത് നൽകുന്നത്. കഥാപാത്രങ്ങൾക്ക് കുറച്ചുകൂടി ആഴം നൽകിയിരുന്നെങ്കിൽ സിനിമയ്ക്കത് ഗുണം ചെയ്യുമായിരുന്നു. എന്നാലും വിഷയത്തിന്റെ ഗൗരവത്തെ മനിക്കുന്ന ഉജ്ജ്വലമായി ഒരുക്കിയ ഒരു ത്രില്ലറായി ഇത് വിജയിക്കുന്നു. നിങ്ങൾ ഓരോ മിനിറ്റും ആസ്വദിക്കുന്നുവെന്ന് തോന്നുന്ന ഒരു സിനിമയായിരിക്കില്ല സീറോ ഡാർക്ക് 30. എന്നാൽ നിങ്ങൾ തീർച്ചയായും ബഹുമാനിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.